ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 4 ആണ് കേട്ടോ. ഞങ്ങൾ നന്നു എണീച്ചിട്ടേ ഉള്ളൂ. ഇതെന്താ ഇവള് കത്തി വേഷത്തിൽ നിന്ന് വിചാരിക്കും. ഇന്ന് കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാവരും ഉണ്ട്, നൈത്തും ഡാഡിയും എല്ലാം ഉണ്ട്. പക്ഷേ അവരിപ്പോഴേ മാറ്റുന്നില്ല. അവരവിടെ എത്തിയിട്ട് ഡ്രസ്സ് മാറ്റാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഡേ 4 ആയിട്ടോ ഞങ്ങളിവിടെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമല്ല, വൈകുന്നേരം ആയിരിക്കും അല്ലേ. വൈകുന്നേരം നമ്മളിവിടുന്ന് സലാലയിൽ നിന്ന് മസ്കറ്റിലേക്ക് പോവാം കേട്ടോ. ഇനിയിപ്പം 2 ഡേയ്സ് മസ്കറ്റിലുണ്ടാവും. ഇവിടുന്ന് ഇപ്പം ഫോട്ടോസൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൂടെ പോകാനുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ നേരെ നിന്നിട്ട് മസ്കറ്റിലേക്ക് പോകും കേട്ടോ. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആസ് യൂഷ്വൽ സെയിം റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മൂടില്ല, നന്നു എണീറ്റപാടാന്ന്. അപ്പോൾ ഓക്കെ, നമ്മുടെ സ്വന്തം ഗുലാൻ തട്ടുകടയിലെത്തി. ഇടിയപ്പം മുട്ട വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഇത് നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 സൈഡിലും മലകളൊക്കെ ആയിട്ട് കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ മേലെ കയറിപ്പുണ്ടായിരുന്ന വ്യൂ. ഫുള്ള് കോടയായിരുന്നു. ഒന്നും ഓപ്പോസിറ്റ് ഉള്ളതൊന്നും അങ്ങനെ അടുത്ത് വന്നാലേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് കോടയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്ര ദിവസമായി വന്നിട്ട് ഇത്ര ദിവസം മഴ ഉണ്ടായിട്ടില്ല. ഫുൾ പൊരി വെയിലും ചൂടുമായിരുന്നു. അന്നൊക്കെയാണെങ്കിൽ നല്ല കോസ്റ്റ്യൂമായിരുന്നു. ഇന്ന് ഒരുങ്ങി കെട്ടി വന്ന ദിവസം മഴ പെയ്യുന്നു ഗൈസ്. മഴ കൊടും ചതി. ഇവിടെ നോക്കാതെ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് പോകാൻ എന്നതുപോലെ റെഡിയായി വന്നായിരുന്നു. പക്ഷെ ഫുൾ മഴയല്ല, ചെറുങ്ങനെ ചാറ്റൽ മഴ. ഇത് കോടയൊക്കെ മാറി വെയിൽ വന്നപ്പോഴുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് ഈ ഒരു വ്യൂ ആയിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് പോവാട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് കോടയുള്ളപ്പോൾ വന്ന് ഇപ്പം നല്ല നട്ടപ്പൊരു വെയിൽ വരെ ഇവിടെയായിരുന്നു. ഇനിയിപ്പം തിരിച്ച് പോകാൻ പോയാണ്. നമ്മളിന്ന് രാവിലെ സ്ഥലത്തായിരുന്നു വ്യൂ പോയിന്റ് ഷാത്ത് വ്യൂ പോയിന്റിൽ പോയി. വരുന്ന വഴി അവിടെ പോയപ്പോൾ നല്ല ടാൻ കിട്ടി. കാണുന്നുണ്ടോ എനിക്കറിയില്ല. ബ്ലഷ് ഇട്ട മാതിരി മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു റെഡാണ്. പുറം മുഴുവനും എന്താ പറയുക, വെളിച്ചം കണ്ട സ്ഥലം മുഴുവൻ, കൈയുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുഴുവൻ നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. പുറത്ത് നല്ല 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 ഇങ്ങനെ പൊരിച്ചെടുത്തതുപോലെ നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. അന്നേരം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അത്രമാത്രം വെയിൽ ഉണ്ടായിട്ടില്ല അവിടെ. എന്താ പറ്റിയേ, ഇനിയിപ്പോൾ കാലാവസ്ഥേൻ്റെ ആണോ, ഇനിയിപ്പോൾ കോട ഉണ്ടായത് കൊണ്ട് നമുക്ക് മനസ്സിലാവാണ്ടിരുന്നതാണോ ചൂടും വെയിലും, അതും അറിയില്ല. പക്ഷേ നല്ല പണി കിട്ടി, അത് മാത്രം അറിയാം. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയുള്ള മാർക്കറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാൻ തട്ടുകടയിൽ നിന്ന് ബിരിയാണി, അവർക്ക് ഇന്ന് സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, കല്യാണ ബീഫ് ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഓൾറെഡി എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങി, വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങൾ നേരെ മസ്കറ്റിലേക്കാട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു ചോക്ലേറ്റ് വാങ്ങുവേ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഇനിയിപ്പോൾ മസ്കറ്റിലെത്തിയിട്ട് കാണാം. ബൈ. ഇതാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഗുലാൻ തട്ടുകട. ഇത് ഷാനു, പിന്നെ അവിടെ നിൽക്കണത് ഉനൈസും ആണ് കേട്ടോ. ഉനൈസിൻ്റെ ചായ അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ ചായയാണ്, നല്ല അടിച്ച അടിപൊളി ചായ. ഷാനു ആണ് ഞങ്ങൾക്ക് പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ഓരോ സ്പോട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ വന്നിട്ട് മഴയും വെള്ളച്ചാട്ടവും ഒന്നും കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മനുഷ്യരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമുക്കിനി സലാല ടു മസ്കറ്റ് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.